അനിലിനെ നാട്ടിലെത്തിക്കാനായിട്ടുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? സുജയ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഇനി കിട്ടേണ്ടതുണ്ട്. നിലവിൽ കലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അനിലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ കലയുടെ വീട്ടിലേക്ക് ഉള്ളത്. അവിടെ നിലവിൽ കലയുടെ സഹോദരന്റെ ഭാര്യയും കുട്ടികളും ഒക്കെയാണ് അവിടെ ഉള്ളത്. മുമ്പ് കലയെ കാണാതാവുന്ന സമയത്ത് ഇത്തരത്തിൽ കലയുടെ സഹോദരൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ലെന്നാണ് കലയുടെ വീടിനടുത്തുള്ളവർ നമ്മോട് പറയുന്നത്. ആ സമയത്ത് കലയുടെ വീട്ടുകാരെ അടക്കം ഈ അനിൽ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് കല മറ്റൊരാളുടെ കൂടെ പോയി എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊന്നും ഇത്തരത്തിൽ കലയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയൊന്നും കൊടുക്കാൻ ആ കുടുംബം തയ്യാറായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കല മറ്റൊരാളുമായി സംസാരിക്കാറുണ്ടായിരുന്നു, മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് ഈ കലയുടെ ഭർത്താവ് ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കലയെ കാണാതായ സമയത്തൊക്കെ ആ രീതിയിലൊരു അന്വേഷണത്തിനോ ഒന്നും തന്നെ കുടുംബം മുതിരാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സുജയ. അനഘ, അതായത് മാന്നാറിൽ കല എന്ന 20-കാരിയെ കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ കസ്റ്റഡിയിലുള്ള വ്യക്തികളിൽ ഒരാൾ മദ്യലഹരിയിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ ഇതിൽ ഒരാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അമ്പലപ്പുഴ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തയാളാണ് പ്രമോദ്. അയാൾ കൊടുത്ത വിവരങ്ങളും പോലീസിന്റെ സംശയം ബലപ്പെടുത്തുകയും ഈ അന്വേഷണത്തിലേക്ക് സെപ്റ്റിക് ടാങ്കിലേക്ക് അവരെ എത്തിക്കുകയുമായിരുന്നു അനഘ. അതെ, അതായത് ഈ ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ തമ്മിൽ ചില സമയത്തൊക്കെ മദ്യപിക്കുന്ന സമയത്തൊക്കെ അവർ തമ്മിൽ ഈ കൊലപാതകത്തിന്റെ കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഭാര്യയുമായി വഴക്കുണ്ടായ സമയത്ത് ഇത്തരത്തിൽ കലയെ കൊന്ന പോലെ നിന്നോടും ചെയ്യുമെന്ന രീതിയിൽ ഈ പ്രദീപ് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് അറിയുന്നത്. ഇനി പ്രദീപിന്റെ ഭാര്യയാണോ അത്തരത്തിലൊരു ഊമക്കത്തെഴുതി പോലീസിന് നൽകിയത് എന്നതിനൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആരുടെയോ ഭാഗത്തു നിന്ന് വന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളവർ എപ്പോഴൊക്കെയോ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ഞെട്ടലിലാണ് ഉള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ വിവാഹശേഷം ഈ കലയും അനിലും വന്ന് താമസിച്ചത് ആദ്യം മുതൽ തന്നെ ഈ വീട്ടിലായിരുന്നു. കാരണം ഇരുവരുടെയും വീടുകൾ തമ്മിൽ അധികം അകലമുണ്ടായിരുന്നില്ല. അന്ന് അനിലിന്റെ വീട്ടിലേക്കോ കലയുടെ വീട്ടിലേക്കോ ഈ രണ്ടുപേരും വീട്ടുകാരെ എതിർത്തുകൊണ്ട് വിവാഹം കഴിച്ചവരായതുകൊണ്ട് സ്വാഭാവികമായി പോകാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അപ്പോൾ ആദ്യം മുതൽ തന്നെ അവർ ഈ വീട്ടിലായിരുന്നോ, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നത്? അതായത് കല മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ്, അതേപോലെ അനിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ കലയും അനിലും തമ്മിലുള്ള വിവാഹം അനിലിന്റെ ബന്ധുക്കൾക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അവർ വലിയ രീതിയിൽ എതിർത്തിരുന്നു. അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഈ പ്രദേശവാസികളോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല, അനിലിന്റെ ബന്ധുക്കൾക്ക്. എന്നാൽ കലയുടെ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കലയ്ക്ക് അമ്മ മാത്രമായിരുന്നു, വിവാഹ സമയത്ത് കലയ്ക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ വളരെ മുൻപ് മരിച്ചതാണ്. പിന്നെ ഒരു സഹോദരനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലയുടെ ഭാഗത്തു നിന്ന് പിന്നെ സാമ്പത്തികമായി ഒരു ഉയർന്ന നിലയിലൊന്നുമല്ല കലയുടെ കുടുംബമുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ അനിലിന്റെ ഇവർ തമ്മിൽ പ്രണയത്തിലായ സമയത്ത് തന്നെ കലയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ അനിലിന്റെ വീട്ടുകാർ ആ സമയം മുതൽ തന്നെ ഈ വിവാഹത്തെ എതിർത്തിരുന്നു. അതിന്റെ പേരിൽ ബന്ധുക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ അനിലിന്റെ ബന്ധുക്കൾ തന്നെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമല്ലേ ഈ കൊലപാതകം നടക്കുന്നത്? ആ കുട്ടി ഇപ്പോൾ ആർക്കൊപ്പമാണുള്ളത്? അതായത് ഈ കുട്ടിക്ക് ഒരു ആൺകുട്ടിയാണുള്ളത്. നിലവിൽ ആ കുട്ടി +2 ഉള്ളത്. കുട്ടിക്ക് 2 വയസ്സായ സമയത്താണ് ഈ കലയെ കാണാതാകുന്നത്. പിന്നീട് കലയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഈ കല വിവാഹത്തിന് ശേഷം അനിലിന്റെ വീട്ടിൽ തന്നെ, ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമേ അനിലിന്റെയും കലയുടെയും വീടുകൾ തമ്മിലുള്ളൂ. അനിലിന്റെ വീട്ടിൽ തന്നെയാണ് കല
വിവാഹത്തിന് ശേഷം മുഴുവൻ താമസിച്ചത്. വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ മാത്രമേ കലയുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ആദ്യ നാളുകളിൽ ഇവരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ആ സമയത്തൊക്കെ അവരുടെ ഒപ്പമുള്ളവരൊക്കെ പറയുന്നത്. പക്ഷെ പിന്നീട് ഇവർ തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അത് ഈ കലയുടെ മറ്റ് ചിലരുമായി കല സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കലയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന